റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് 3 അതിഥികളെയും കൊണ്ട് വരുന്നു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇടങ്ങളിൽ ചോദിച്ചു, ഞങ്ങൾക്ക് താമസിക്കാൻ ആരെങ്കിലും ഇടം തരുമോ? സ്വഹാബികൾക്കത് സൗകര്യമില്ലായിരുന്നു. മദീന പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു 3 പേരെ അതിഥികളായി വിദൂരങ്ങളിൽ താമസിക്കുന്നവരെ അവർ മദീനയിൽ വന്നു ഹബീബിനെ കാണാൻ താമസിക്കാനിടമില്ല. തങ്ങൾ പറഞ്ഞു, എൻ്റെ മസ്ജിദിൽ നിങ്ങൾക്ക് താമസിക്കാം, എൻ്റെ പള്ളിയിൽ താമസിച്ചോളൂ, ഞാനും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഞാൻ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഭക്ഷണമാണ്. ഞാൻ പട്ടിണിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പട്ടിണിയാവൂ. എനിക്ക് ഭക്ഷണമുണ്ടോ, നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടായിരിക്കും. പോരേന്ന് ചോദിച്ചു. മതി നബിയെ, മതി, ധാരാളം മതി. ആരാ ഇവിടുത്തെ ഹോസ്റ്റ്? പുണ്യ നബി സല്ലല്ലാഹു. ഗസ്റ്റുകൾ ആരാ? ഹബീബിന്റെ സ്വഹാബിമാർ. അതിൽ മിഖ്ദാദ് ഇബ്നു അംർ എന്നവരെ നബി നിങ്ങൾക്കറിയാം, ബാക്കി 3 പേരെ നിങ്ങൾക്കറിയില്ല. മിഖ്ദാദ് എന്നവരുടെ ചങ്ങാതിമാരാ. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ അവർ 2 ആഴ്ചയിലേറെ താമസിച്ചിട്ടുണ്ട്, വിശുദ്ധമായ മദീന പള്ളിയിൽ. നമ്മൾ പള്ളിയിൽ എഴുതി വെക്കും, ഇവിടെ ഉറങ്ങരുത്, സമയം കഴിഞ്ഞാൽ പള്ളി പൂട്ടിപ്പോരും ചെയ്യും അല്ലേ? പള്ളിയിൽ ഉറങ്ങാൻ വിടൂല. ഒരാൾക്ക് ക്ഷീണം, അതവിടെ പിന്നെ ഇറക്കി വിടാൻ കുടുങ്ങിപ്പോവും. അവിടെ അങ്ങ് പാർത്ത കളയും ചിലപ്പോൾ, അത് പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ മെമ്പറങ്ങ് തോളിലെടുത്ത് കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു സുരക്ഷിതത്വ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പള്ളികളൊക്കെ പൂട്ടുന്നത്. അല്ലെങ്കിൽ പള്ളിയിൽ കടന്നുറങ്ങുന്നത് കുഴപ്പമില്ല. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കഴിച്ചു കൂട്ടിയത് മക്കത്തെ പള്ളിക്കുള്ളിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം കടന്നുറങ്ങിയത് മക്കത്തെ പള്ളിയിലാണ്, മസ്ജിദുൽ ഹറാമിലാണ്. അത്വാ ഇബ്നു അബീ റബാഹ തങ്ങൾ 30 വർഷത്തോളം താമസിച്ചത് മക്കത്തെ പള്ളിയിലാണ്. അതിനൊന്നും പ്രയാസമില്ല, അതൊന്നും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. അതിഥികളെ, നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ സംരക്ഷിക്കണമെന്നും ഭക്ഷണം കൊടുക്കണമെന്നും നാട്ടുകാരുടെ നിർബന്ധമാണെന്നാണ് പറയാം. പക്ഷെ ഇന്ന് ആരാണ് ഫ്രോഡുലൻസ്, ആരാണ് ഇതിൽ ഒറിജിനൽ, ഏതാണ് ജെനുവിൻ, ആരാണ് സത്യസന്ധരെന്ന് അറിയാത്തൊരു കാലമായതിൻ്റെ പേരില. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ബാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ നാട്ടിൽ വന്നാൽ അവർക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതാണ്. ഇരിക്കട്ടെ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിനും ഞങ്ങൾക്കും അവിടെ ഏതാനും ആടുകൾ ഉണ്ടായിരുന്നു, പാല് തരുന്ന ആടുകൾ. ആ ആടിൻ്റെ പാല് ഞങ്ങൾ കുടിക്കും. മിക്കവാറും രാത്രിയാണ് ഞങ്ങൾ റൂമിലേക്ക് എത്തുക. പള്ളിയുടെ ഒരു ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാനുള്ള പാലിൻ്റെ പാത്രം അവിടെ എടുത്തു വെക്കും, പാലിൻ്റെ കപ്പ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കപ്പ് കുടിക്കും. അങ്ങനെ ഞങ്ങൾ 4 പേരുടേത് കഴിഞ്ഞ് 5ാമത്തേത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോരുകയാണ്, കാര്യമായ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിഖ്ദാദ് തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ അൻസ്വാരികളുടെ വീട്ടിലേക്ക് പോയി എന്നെനിക്ക് വിവരം കിട്ടി. മദീനക്കാർ മൊത്തം അൻസ്വാരികളാണ്, അവിടെ മുഹാജിറുകൾ വന്നു ചേർന്നവരാണ്. മദീന നാട്ടുകാർ അൻസ്വാരികളാണല്ലോ. അൻസ്വാരികളാണെങ്കിലോ സൽക്കാരപ്രിയരാണ്, നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ്. ഇപ്പോൾ വാൽദിനൊക്കെ വരും, ഭക്ഷണം കൊടുക്കുക, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വാൽദ് പറയുന്നവർക്ക് ആലിമീങ്ങൾക്ക്, സദുർസ്താദിന്, മുതഅല്ലിമീങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് വീടുകൾ, ഒരുപാട് ഉമ്മമാർ സ്നേഹത്തോടുകൂടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഒക്കെ നീ ഖൈറു ചെയ്യണേ പടച്ചവനെ, അത് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നബി തങ്ങൾക്ക് അൻസ്വാരികൾ ഭക്ഷണം കൊടുക്കാതെ വിടൂല, എന്തായാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. അൻസ്വാരികൾ അങ്ങനെയാണ്. അന്ന് രാത്രി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പാലൊക്കെ കറന്ന് വെച്ച് റെഡിയാക്കി വെച്ചു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കപ്പ് കുടിച്ചു. റസൂലുള്ളാഹിന്റെ കപ്പ് അവിടെ ഒരു കോപ്പയിൽ പാല് അവിടെ കിച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാൻട്രി അവിടെ ഉണ്ട്, മദീന പള്ളിയോട് ചേർന്നിട്ട്. അദ്ദേഹം പറയാം, എൻ്റെ തലയിൽ അന്ന് പിശാച് കയറി, വിശക്കുന്നുണ്ടേ, ഞാനതൊന്ന് കുടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു. കാരണം നബിക്ക് എന്തായാലും ഇനി ആവശ്യം ഉണ്ടാവില്ല, ലേറ്റ് ആയില്ലേ, എന്തായാലും നബി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക. റക്കിബനി ശൈത്വാനി, എൻ്റെ പിശാചിൻ്റെ തലയിൽ കയറി എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കപ്പെടുത്ത് കുടിച്ചാലോ എന്ന് തോന്നിപ്പോയി, അതാണ് ഈ പറയണത്. പിശാച് തലയിൽ കയറി എന്ന് പറഞ്ഞത് വെറുതെ തോന്നി, നബിക്ക് ആവശ്യം ഉണ്ടാവില്ല. അടുത്ത് പോവും. നബി ഇപ്പോൾ വിശന്ന് വരികയാണെങ്കിലോ വേണ്ട, പോയി കിടക്കും. വിശക്കനുണ്ട്, നബിക്ക് എന്തായാലും ഇത്ര നേരമായില്ലേ, നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ പോവുക വരിക. അവസാനം പോയിട്ട് അങ്ങ് എടുത്ത് കുടിച്ചത് പരമാർത്ഥം മിഖ്ദാദ് എന്നവർക്ക് വിറക്കാൻ തുടങ്ങി. പടച്ചവനെ, ഞാൻ ആ പാല് കുടിച്ചു, ഇനി പാലൊക്കെ കറന്നാൽ കിട്ടൂല. ആടുകളൊക്കെ ഉറങ്ങുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങളെങ്ങാനും വിശന്നിട്ടാണ് വരുന്നതെങ്കിൽ
തങ്ങളുടെ പാല് വെച്ചിടത്തേക്ക് തങ്ങൾ ചെന്ന് നോക്കി ആ പാത്രം തുറക്കുമ്പോൾ അതിലില്ലെങ്കിൽ, പടച്ചോനെ, നബി എങ്ങാനും എനിക്കെതിരെ ദുആ ചെയ്താൽ എൻ്റെ ദുന്യാവും ആഖിറവും ഒരു കപ്പ് പാലും പോയല്ലോ പടച്ചോനെ, ഞാൻ എന്തിനിത് ചെയ്തു? മഹാനവൾക്ക് ബേജാറായി, ടെൻഷനായി, ഭയങ്കര ടെൻഷൻ. കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരണ്ടേ, നബി തങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പം മിഖ്ദാദ് എന്നവർ വരിക, തങ്ങൾ പറയാ, ഒരു ചെറിയ പുതപ്പുണ്ട്, കാലിങ്ങനെ പുതച്ചാൽ പിന്നെ നെഞ്ച് വരെ എത്തുള്ളൂ, തല പുതച്ചാൽ പിന്നെ കാല് പുറത്തായിരിക്കും. ഞാനങ്ങ് തലയിലേക്ക് ആ പുതപ്പിട്ടിട്ട് ഉറങ്ങിയ പോലെ അങ്ങോട്ട് കിടന്നു, ഉറക്കം വരുന്നില്ല. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക, തങ്ങൾ വന്നാലേ ഇനി ഉറക്കം വരൂ. മിഖ്ദാദ് എന്നവർ പറയാണ്, കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിലാരോ തുറക്കുന്നുവല്ലേ, അസ്സലാമു അലൈക്കും. ഉറങ്ങാത്ത ഒരാൾ അത് കേൾക്കും, ഉറങ്ങിയ ഒരാൾ അതുകൊണ്ട് ഉണരുകയുമില്ല. അങ്ങനെ ഒരു സലാം നബി തങ്ങൾ പറഞ്ഞു. ഇത് ഗൾഫിലും ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന ബാച്ചിലർ റൂമിൽ അപ്ലൈ ചെയ്യേണ്ട സംഗതിയാണിത്. അവിടെ നേരത്തെ ജോലിക്ക് പോകുന്നവരുണ്ടാവും, കോളേജിൽ പോകുന്നവരുണ്ടാവും, 4-5 ആളുകളൊക്കെ ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴേ നേരത്തെ ഉറങ്ങുന്നവരുണ്ടാവും, ലേറ്റായി വരുന്നോ വന്നിട്ട് ലേറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉഷാറാക്കി ഒച്ചപ്പാടും ബഹളം തുടങ്ങിയവർക്ക് ഉറങ്ങാൻ പറ്റുമോ? അവിടെയൊക്കെ മെല്ലെ കിടക്കാവൂ, ഒരു ബുദ്ധിമുട്ടാക്കാതെ മെല്ലെ കിടക്കുക, മെല്ലെ പോയി കിടന്നുറങ്ങുക, അവിടെ ബുദ്ധിമുട്ടാക്കരുത്. നബി തങ്ങൾ അങ്ങനെ ഒരു സലാം പറഞ്ഞു. മിഖ്ദാദ് പറഞ്ഞു, ഞാൻ മെല്ലെ സലാം അടക്കി, ഞാൻ ഉറങ്ങിയ പോലെ കിടക്കല്ലേ, അതുകൊണ്ട് ഉറക്കെ പറയാൻ വയ്യല്ലോ, ഞാൻ മെല്ലെ വാലേക്കും സലാം. തങ്ങളത് കേട്ടിട്ടില്ല, തങ്ങൾ വിചാരിച്ച് ഞാൻ ഉറങ്ങുകയാണ്. മിഖ്ദാദ് എന്നൊരു പറയാൻ തുടങ്ങി, എന്നെ നെഞ്ചു പിടക്കുന്നു, ഇപ്പോൾ വരും ഒരു പ്രാർത്ഥന എനിക്കെതിരെ. കിച്ചനിലേക്ക് നബി തങ്ങൾ നടക്കുകയാണ്. ഹബീബായ നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ അങ്ങോട്ട് പോകില്ല. പക്ഷെ തങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അല്ലാ, ഇനി എന്ത് ചെയ്യും? അല്ലാഹുവേ, എൻ്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു പ്രാർത്ഥന പ്രവാചകരുടെ ചുണ്ടിൽ നിന്നെങ്ങാനും വീണുപോയാൽ എന്തിന് മിഖ്ദാദ് ജീവിച്ചിരിക്കണം? പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പാല് വെച്ച കപ്പിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട്. ആ അടപ്പ് നബി തങ്ങൾ തുറക്കുന്നതും മിഖ്ദാദ് എന്നവർ കേൾക്കുകയാണ്. അല്ലാ, ഇപ്പം വരും നബി തങ്ങൾ എനിക്കെതിരെ ദുആ ഇറക്കുന്നു. പേടിച്ചിരിക്കുക. തങ്ങൾ നോക്കുമ്പോൾ പാലില്ല. തങ്ങൾ വിശന്നിട്ടാണ് വന്നത്. തങ്ങളന്ന് ഭക്ഷണം കഴിച്ചിട്ടുമില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പകാലത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഇക്കാക്കാൻ്റെ മീനിൻ്റെ കഷ്ണം അടിച്ചു മാറ്റലും, ഉമ്മ എടുത്ത് വെച്ച പപ്പടം, ഇങ്ങനെയൊക്കെ നുണ മൂക്കുമ്പോഴേ, ഭക്ഷണമില്ലാത്ത കാലം, ദാരിദ്ര്യമുള്ള കാലമല്ലേ, അപ്പോൾ അപ്പുറത്തുള്ളതൊക്കെ ഒന്ന് അടിച്ചു മാറ്റലും, ഇടയ്ക്കൊക്കെ ഒന്ന് പഴക്കൊന്ന് കടിച്ച് തന്ന് പകുതിയാക്കി തോലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് പോകലും അല്ലേ, അങ്ങനെയൊക്കെ ചില കുസൃതികളൊക്കെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടാവും. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, അതിന് വലിയ കുസൃതി ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഏതായിരുന്നാലും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്, പുണ്യനിബിതങ്ങൾ ആ പാത്രത്തിൻ്റെ അതിൻ്റെ ലിഡ് നിബിതങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ പറയാണ്, അല്ലാഹുമ്മ തുഇമ്മൻ തുഅമനി വസ്ഖിമൻ സഖാനി. അല്ലാഹുവേ, ആരാണോ എനിക്ക് ഭക്ഷണം നൽകുന്നത് അവർക്ക് നീ നിന്റെ സ്വർഗത്തെ ഭക്ഷണം കൊടുക്കണമേ. ആരാണോ എനിക്ക് കുടിക്കാൻ വല്ലതും കൊണ്ടുതരുന്നത് അവർക്ക് സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ. ഈ പ്രാർത്ഥന ഇങ്ങോട്ട് കേട്ടപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പുതപ്പൂരിയിട്ട് ഒരൊറ്റ ഓട്ടം പുറത്തേക്ക്. എന്തിന്? നിബിതങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം, നിബിതങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. ആദ്യം നോക്കി പാലുണ്ടോ, ഇല്ലെങ്കിൽ ആ ആടിനെ അവിടെ അറുത്തിട്ടെങ്കിലും ഒരു ബാർബിക്യൂ നിബിതങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നാ മഹാന്റെ ഉദ്ദേശം. ഒരൊറ്റ ഓട്ടം. അപ്പൊ നിബിതങ്ങൾ, മിഖ്ദാദ് എവിടേക്കാ? ഇപ്പൊ വരെ നബി, ഇപ്പൊ വരാ. അപ്പൊ നിബിതങ്ങൾ അറിഞ്ഞു മിഖ്ദാദ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാൻ പറയാണ്, ഞാൻ ആടിന്റെ അകിടുകൾ നോക്കി, വെറുതെ നോക്കി, പാലുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അന്ന് പാലുണ്ട്. അത് ഹബീബിന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. ഞാൻ വേഗം ഒരു പാത്രം കൊണ്ടുവന്നു, വലിയൊരു പാത്രം. പാത്രത്തിലേക്ക് പാല് ചുരത്തി. പാലിന്റെ നുരയങ്ങ് നിറഞ്ഞു ആ പാത്രത്തിൽ. സാധാരണ അത്ര പാലുണ്ടാവാറില്ല. ഞാൻ ആ പാത്രവുമായി ഹബീബിന്റെ മുമ്പിൽ വന്നു. രാത്രി നേരം, നബിയെ ഇഷ്റബ്, കുടിക്കിൻ നബിയെ എന്ന് ഞാൻ പറഞ്ഞു. ഹബീബിന് ഒഴിച്ചു കൊടുത്തു. നബിതങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹബീബായ നബിതങ്ങൾ അത് ബിസ്മി ചൊല്ലി കുടിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ് നബിയെ കുടിക്കിൻ നബിയെ. വീണ്ടും ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നബിയെ കുടിക്കിൻ. 3 തവണ ഹബീബിന് ഒഴിച്ചു കൊടുക്കുന്നു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി ഞങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ ഇതെന്താന്ന് ചോദിച്ചു. നബിയെ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ അങ്ങോട്ട് ഉരുണ്ടു. വല്ലാത്തൊരു ഉരുളൽ, സന്തോഷം കൊണ്ട്. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ ഇത് വലിയ വലുപ്പമില്ലാത്ത കുപ്പായാണ്, അതുകൊണ്ട് ഇങ്ങനെ നീ ഉരുണ്ടു മറിഞ്ഞാൽ നിന്റെ ഔറത്ത് കാണുന്നുണ്ട് കേട്ടോ, കണ്ടുപോകും കേട്ടോ. മിഖ്ദാദ്. അപ്പൊ മിഖ്ദാദ് എന്ന് ഒരു അരമുണ്ടൊക്കെ റെഡിയാക്കിയിട്ട് നബിയുടെ മുമ്പിൽ വന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്താ മിഖ്ദാദേ, സന്തോഷം പറയേ. നബിയെ സംഗതി ഇങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ അല്ലാഹു വലിയൊരു അനുഗ്രഹം ചെയ്തു.
അങ്ങയുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. അല്ലാഹുമ്മ തുഇമ്മന്ന തുഅമനി. നബി ദുആയിക്കുന്ന എന്താണ്? എൻ്റെ പാൽ അടിച്ചു മാറ്റിയവനെ കൊടുക്കണേ എന്നല്ല നബി തങ്ങൾ. നമ്മളങ്ങനെ അവനെന്ത് വയറിളക്കം പിടിക്കട്ടെ എന്ന് പറയില്ലേ? സുബ്ഹാനല്ലാഹ്. തങ്ങൾ ആ നെഗറ്റിവിറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ തുഇമ്മന്ന തുഅമനി. എവിടെന്നെങ്കിലും ഒരു ഭക്ഷണം എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിനാരാണോ നിമിത്തമാകുന്നത് അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണമേ. വസ്ഖിമൻ സഖാനി. എനിക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നവർക്ക് റബ്ബേ നിന്റെ സ്വർഗത്തിലെ പാനീയം കുടിപ്പിക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ, അങ്ങയുടെ പാല് ഞാൻ കുടിച്ചു കിടന്നിട്ട് അങ്ങ് പട്ടിണിയാകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ ഒരു ശാപത്തിന്റെ പ്രാർത്ഥന എനിക്കെതിരെ വരികയാണെങ്കിൽ ലഖസിർതു ദുനിയാ വൽ ആഖിറ, എൻ്റെ ദുനിയാവും എൻ്റെ ആഖിറവും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് നബിയെ അങ്ങൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് വേണം, എനിക്ക് വേണം, അങ്ങയെ ഞാൻ കുടിപ്പിക്കണം, അങ്ങേക്ക് ഞാൻ ഭക്ഷണം തരണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഓടിയതാ നബിയെ. പാലുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ അകിടിൽ പാൽ അല്ലാഹു തന്നത്. അതുകൊണ്ട് നബിയെ കുടിച്ചോളൂ, എന്നോട് മാപ്പാക്കണേ. തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ് അങ്ങയുടെ സുഹൃത്തുക്കളെ കൂടി വിളിച്ചോളൂ. വേണ്ട നബിയെ, അങ്ങ് കുടിച്ചാൽ അത് മതി, എനിക്ക് അങ്ങയെ കുടിപ്പിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് നേരം വെളുത്തിട്ട് ഞാൻ കൊടുത്തേക്കാം. അങ്ങ് പട്ടിണിയായില്ലല്ലോ, അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്തില്ലല്ലോ. അങ്ങ് ദുആ ചെയ്ത എനിക്ക് തരുന്നവർക്ക് കൊടുക്കണേ, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് നീ കൊടുക്കണേ എന്ന പ്രാർത്ഥനക്ക് എനിക്ക് അല്ലാഹു ഉത്തരം തരുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു നബിയേ. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അന്നം തന്നാൽ, വെള്ളം തന്നാൽ, വീട്ടിൽ നിന്ന് ഉസ്താദുമാർ ദുആ ചെയ്യും, ഫാത്തിഹ വിളിക്കും, 3 ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ദുആ ചെയ്യും. ഭയങ്കര പ്രാർത്ഥനയല്ലേ അത്? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 3-1. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ മഹത്വം കിട്ടും. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, കണ്ണേറിൻ്റെയും സിഹറിൻ്റെയും രാത്രിയുടെയും മറ്റു അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെയും ഉപദ്രവങ്ങൾ ഉണ്ടാകരുതേ എന്ന് റബ്ബിനോട് കാവൽ ചോദിക്കുന്ന സൂറത്തുകളാണ്. ഭയങ്കര പവറുള്ള സൂറകളാണ്. ഇത് ഓതിയിട്ട് ഉസ്താദുമാർ ദുആയിരിക്കും, അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. അപ്പോൾ പറയും, ഇപ്പുറത്ത് നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അത് ശിർക്കല്ലേ, അത് ബിദ്അത്തല്ലേ, എന്താ ചെയ്യുക? പുണ്യ നബി തങ്ങൾ അവർക്ക് ഭക്ഷണം, തങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. അല്ലാഹു എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ കൊടുക്കണേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിക്കാൻ കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭങ്ങൾ ഒത്തുവരുമ്പോൾ അത്